ശ്രീ കടകംപള്ളി, ഞാൻ അവിടെ ചില ആളുകളോട് സംസാരിച്ചപ്പോഴേ മണ്ഡലത്തിൽ അങ്ങയുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പലരും പറയുന്നത്. മാത്രമല്ല, അങ്ങ് അവൈലബിൾ ആണ്, ആർക്കും ആക്സസിബിൾ ആണ് എന്നാണ് പറഞ്ഞത്. ചില കോൺഗ്രസ്സുകാരൊക്കെ അങ്ങനെ പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില കോൺഗ്രസ് വോട്ടുകൾ കൂടെ നമ്മുടെ പെട്ടി വീണിട്ടുണ്ടോ? നിശ്ചയമായിട്ടും കോൺഗ്രസിന് പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്യുന്ന കുറെ പേരെങ്കിലും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ വോട്ട് ചെയ്തായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ചിലരെ കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വോട്ട് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട. ഇവരുടെ പ്രചരണം വളരെ മോശപ്പെട്ട തരത്തിലേക്ക് വന്നപ്പോൾ ചിലരെങ്കിലും വളരെ സങ്കടത്തോടുകൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ കൂടിയാണ് ഞങ്ങൾ എല്ലാവരും, ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന് പറയുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. BJP അതിന്റെ അങ്ങേയറ്റത്ത് പോയി എന്നുള്ളതാണ്. ഇവിടെ ഈ കരിക്കം എന്റെ വീടിരിക്കുന്നതിന്റെ ഒരു ഫർലാങ് അപ്പുറത്താണ് കരിക്കകത്തെ ചാമുണ്ഡി ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റിയുടെ രക്ഷാധികാരിയാണ് ഞാൻ എപ്പോഴും കഴിഞ്ഞ 10 വർഷമായിട്ട്. ക്ഷേത്രത്തിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കുക, എല്ലാം നന്നായിട്ട് നടക്കുക. എല്ലാ ദിവസവും ഞാൻ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. രാവിലെ എന്റെ നടത്ത ക്ഷേത്ര പരിസരത്താണ്. അവിടെയാണ് ആളുകളെ കുറെ പേരെയൊക്കെ കാണുന്നത്, ക്ഷേത്ര പരിസരത്ത് വെച്ചാണ്. ആ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന്റെ അന്ന് പണ്ടാര അടുപ്പിന്റെ അടുത്ത് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ഞാൻ തല തിരിച്ച് ഒരാളോട് സംസാരിക്കാൻ, ആക്ച്വലി ഞാൻ സംസാരിച്ച ശരത്ചന്ദ്ര പ്രസാദിനോടാണ്. ശരത്ചന്ദ്ര പ്രസാദിന്റെ മുഖവും ശരീരവും യഥാർത്ഥത്തിൽ ഈ ക്യാമറാമാൻ കാണുന്നില്ല. ഞാൻ ശരത്ചന്ദ്ര പ്രസാദിനോട് എങ്ങനെയുണ്ട്, എല്ലായിടത്തും പോയി തുടങ്ങിയോ എന്നൊക്കെ ഞാൻ ആദ്യ ദിവസങ്ങളിലായിരുന്നു. അതുകൊണ്ട് ചോദിക്കാണ്. ഞാൻ നമ്മുടെ എതിരാളികളോടൊക്കെ നല്ല നിലയിൽ പെരുമാറുന്ന ഒരാളാണ്. മുഖം കറുപ്പിച്ചൊന്നും നിൽക്കാറില്ല. അവരോട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പ്രസാദിനോട് ഞാൻ തിരിഞ്ഞിങ്ങനെ ചോദിക്കുന്ന സംഗതി, ഞാൻ തിരിയുന്നതിനെ എന്റെ ശബ്ദത്തെ അനുകരിച്ചുകൊണ്ട്, എത്ര ഭീകരമാണെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇഫ്താർ പാർട്ടിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ, അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഇഫ്താർ പാർട്ടിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് എന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഉയർന്ന ശബ്ദത്തിൽ പറയുകയാണ്. എന്നുവെച്ചാൽ എന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഞാൻ ഈ പൊങ്കാല മഹോത്സവത്തിൽ പണ്ടാര അടുപ്പിനടുത്ത് നിന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ കാര്യം ഞാൻ സംസാരിക്കുകയാണെന്നൊരു ഫീല് നമ്മുടെ സമൂഹത്തിൽ വരുത്താൻ വേണ്ടി BJP ചെയ്ത കൊടും ചതിയാണ്. ഞാൻ ഇഫ്താർ നടത്താറുണ്ട്, ഞാൻ നടത്തുന്ന അതെ വല്ലാത്തൊരു വർഗീയ പ്രചരണമാണ്. ഞാൻ ഇഫ്താർ ആ ദിവസമല്ല നടത്തിയത്. ഞാൻ നടത്തുന്നത് വല്ല ഹോട്ടലിലോ അല്ലെങ്കിൽ വല്ല എവിടെയെങ്കിലും വെച്ചല്ല. എന്റെ നാട്ടിൽ തന്നെ ഞാൻ താമസിക്കുന്നതിന് ഒരു 2-3 ഫർലാങ് അപ്പുറത്ത് ഒരു 10-45 മുസ്ലിം ഫാമിലിയുണ്ട്. അവർ വളരെ പാവങ്ങളാണ് എല്ലാവരും. 1-2 പേരൊക്കെ മാത്രമേ സാമാന്യമായിട്ട് തന്നെ മെച്ചപ്പെട്ടവരുള്ളൂ. ഞാൻ എല്ലാ വർഷവും അവിടെയാണ്, അവരോടൊപ്പമാണ് ഇഫ്താർ നടത്താറുള്ളത്.